ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുലിമൂട്ടിൽ ബീച്ചിലേക്കാണ്, അതായത് അഴിത്തല, അതായത് പുഴയും കടലും കൂട്ടിമുട്ടുന്ന സ്ഥലം. അപ്പോൾ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ലോണം കാറ്റടിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, കാറ്റെല്ലാം ചത്തു പോകുന്നു. ഇപ്പോൾ കാറ്റൊന്നും അധികം വീശുന്നില്ല, നല്ല നോർമൽ ഉണ്ട്. ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല, വേറെയും കുറേ ആൾക്കാർ ഇവിടെ പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ആൾക്കാർ കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു ഉച്ച ആ വെയിൽ താവുന്ന സമയമാണ്. അപ്പം ഇത് കഴിഞ്ഞ് ഒരു 5:30-6 മണിയാവുന്ന സമയത്ത് നല്ലോണം ആൾ വരും. ഇപ്പം കണ്ടോ, ഇവിടെ അനാഥപ്രേതം പോലെ ഞാനിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞണ്ട് ചിലപ്പോൾ കാണലുണ്ട്. ഞണ്ട് കുറേ എണ്ണം ഈ കല്ലിൻ്റെ ഈ അറ്റത്തറ്റത്ത് ഉണ്ടാകുന്നുണ്ട്. ഉണ്ട് ഞണ്ടിനെ ക്ലിയർ കിട്ടുന്നില്ല. ഈ ഞണ്ടിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വെക്കാനൊന്നും കൂട്ടാൻ പറ്റില്ല, കാരണം ഇതിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം മാത്രമേ ഉണ്ടാവൂ ഉള്ളിൽ. അങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ് എൻ്റെ നടത്തം. കല്ല് മാത്രമേ ഇല്ലൂട്ടാ, മുള്ളില്ല. കല്ല് പൊടിഞ്ഞ് മുള്ളണക്കായിട്ടുണ്ടോ? അയ്യോ സുനാമി. ആൾക്കാർ വരാൻ സമയം, കുറേ ആൾ വരുന്നുണ്ട്. അത് കാണുന്നുണ്ടാവില്ല, എല്ലാം പൊടിയാണ്. പൊടി ആൾക്കാർ വന്ന് ഇവിടെ എത്തുമ്പോൾ വലിയ ആൾക്കാരാണ്. പയ്യന്നൂർ ആ ഭാഗത്തെല്ലാം വരുന്നവർ അവർക്ക് ഏകദേശം ആ സൈഡ് കിട്ടും. കാരണം നമ്മുടെ ഈ സ്ഥലമാകുമ്പോൾ കുറച്ച് പ്രത്യേകിച്ചിട്ട് വരും. അവിടെ തൊട്ടിലാട്ടം കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ എന്തല്ലോ അവിടെ കടലിലേക്ക് ചെയ്യാൻ പൈസ കൊടുക്കണോ എന്തെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ഇത് ഈ സാധനമാണ് അല്ല, ഇത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വയർ കണക്ഷൻ അല്ല ഇവിടെ കൊടുക്കല്. സോളാറാ? ആ സോളാർ മാത്രമേ ഇല്ല. ലൈറ്റായിട്ട് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ഈ സൈഡാകുമ്പോൾ കണ്ണു തുറന്നു, പക്ഷെ ലൈറ്റ് അപ്പുറം പോയി. സൂര്യ വെള്ളം കയറി വരുന്ന. ഇപ്പം ഞാൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം കടലിൽ പുഴേനെ നടുക്കാം. വെള്ളം ഇടം വരെ എത്തിയിട്ടാ എന്നെയും കൊണ്ടുപോയത്. ഇവിടെ ഓരോ കുഴികളാക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടാന്നുള്ളത്. നമ്മൾ ഒച്ച കേട്ട അപ്പം അത് ഓടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറും. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ അതാ ഒരു മീൻ. അവിടെ കുറച്ചാൾ പണിയെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തോ വെഡ്ഡിങ് ഷൂട്ടിങ്ങിൻ്റെ എന്തോ ഭാഗമായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ സൂര്യൻ ഫുള്ള് താണിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടാകുമ്പോൾ സൂര്യൻ ചെറുങ്ങനെ മങ്ങി സൂര്യനെ നടന്ന് കാണാണ്ടായി. വെള്ളത്തിൽ പോകുന്നതൊന്നും കണ്ടില്ല. അപ്പോൾ ഈ സമയത്തുള്ള ആൾക്കാരാണിത്. ഞങ്ങൾക്ക് സൂര്യൻ വെള്ളത്തിൽ വീഴുന്നത് കറക്റ്റ് എടുക്കായിരുന്നു, പക്ഷേ അവിടെ നിന്ന് മങ്ങിയിട്ട് കാണാണ്ടായിരുന്നു ഇത് നാട്ടിൽ. അതുകൊണ്ട് അങ്ങനെ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവാന്ന്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.